തമ്മിൽ തമ്മിൽ സ്നേഹമില്ല. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, പിന്നെ എന്തിനാ നിങ്ങൾ അവിടെ പോകുന്നത്? അന്നേരം അവർ നിവൃത്തിയില്ല. ഇത് മരുന്ന് കഴിക്കുന്നത് പോലെയാ. ഗുളിക ഇടുന്നതിന് മുമ്പേ വെള്ളമിട്ട് ഗുളിക എങ്ങും തൊടാതെ ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെയാണ് ജീവിതം, ആത്മീയ ജീവിതം. കുഞ്ഞെ, നഷ്ടമാണ്. എന്നാൽ യേശുവിനെ അറിയേണ്ടവർ എങ്ങനെ അറിയണം? രുചിച്ചറിയണം, രുചിച്ചറിയണം, രുചിച്ചറിയണം. ഇത്ര മധുരമുള്ള നാമം നിറയുണ്ടോ? ഇത്ര ഇമ്പമായ നാമം നിറയുണ്ടോ? ഇത്ര സുഖമുള്ള നാമം നിറയുണ്ടോ? ഇത്ര നിന്നെ അനുഗ്രഹിക്കുന്ന നാമം നിറയുണ്ടോ? ഇത്ര നിന്നെ ഉയർത്തുന്ന നാമം നിറയുണ്ടോ? ഇത്ര നിന്നെ സൗഖ്യമാക്കുന്ന നാമം നിറയുണ്ടോ? ആ നാമത്തെ അറിഞ്ഞവനെ ആരാധിക്കണം. അറിഞ്ഞാരാധിക്കുന്നവൻ ആരും വാഗൊണ്ടല്ലേ ആരാധിക്കുന്നത്. അറിഞ്ഞാരാധിക്കുന്നവൻ അകം കൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത്. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. അവൻ ഹൃദയം കൊണ്ടാണ് ആരാധിക്കുന്നത്. അറിഞ്ഞാരാധിക്കുന്ന സങ്കീർത്തനക്കാരനാണ് പറഞ്ഞത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എന്റെ നാവേ, എന്റെ വായേ യഹോവയെ വാഴ്ത്താനല്ല പറഞ്ഞത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഹൃദയത്തിൽ നിന്നാണ് ആരാധന വെളിപ്പെടുന്നത്. കാര്യമെന്താ? അവൻ യേശുവിനെ, അവന്റെ ദൈവത്തെ രുചിച്ചറിഞ്ഞവനാണ്. പകൽക്കാലം രുചിച്ചറിഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനക്കാരൻ ആസാഫ് ദേവാലയത്തിൽ വരുന്നവനാണ്. 73 സങ്കീർത്തനത്തിനകത്ത് അദ്ദേഹം തുടങ്ങിയത് ശ്രദ്ധിക്കണമേ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. 73 സങ്കീർത്തനത്തിൽ തുടങ്ങിയത്, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. തുടക്കം നല്ലതായിരുന്നു. ദൈവം നല്ലവൻ. പാട്ട് പാടിയപ്പോൾ ദൈവം നല്ലവൻ. നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ എന്നും നല്ലവൻ, എപ്പോഴും നല്ലവൻ, അല്ലെങ്കിൽ ദൈവം നല്ലവൻ. നമ്മൾ പാട്ടൊക്കെ പാടും. പക്ഷേ ആലയത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോ പുള്ളി കാണുന്ന കാഴ്ച പുള്ളിയെ വിഷമിപ്പിച്ചു. പുള്ളി കാണുന്നത് താഴ്ത്തി വായിക്കുന്നുണ്ട്. ആലയത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്റെ കാലുകൾ ഏകദേശം ഇടറി, എന്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. എന്താ കാര്യം? ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട്, അഹങ്കാരികളുടെ വിടുതൽ കണ്ടിട്ട് എനിക്ക് അവരോട് അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ല. അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു. അവർ കഷ്ടത്തിലാകുന്നില്ല. അവർ ബാധിക്കപ്പെടുന്നില്ല. ഡംബം അവർക്ക് മാലയായിരിക്കുന്നു. ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റുന്നു. അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു. അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു. ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നു. അവരുടെ നാവ് ഭൂമിയിൽ സഞ്ചരിക്കുന്നു. കണ്ടോ? അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. യേശുവിനെ നല്ലവെന്ന് പാടിയവനാ. യേശു നല്ലവെന്ന് പാടി, ഇസ്രായേലിയർക്ക് യേശു നല്ലവെന്ന് പാടിയിട്ട് ആലയത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോ പുള്ളി കാണുന്ന കാഴ്ച, ദൈവം ഇല്ലാത്തവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ട് കിടക്കുന്നു. അന്നേരം പുള്ളിക്ക് സ്വയമായിട്ട് തോന്നൽ വന്നു. എന്താ തോന്നല്? 13 വാക്യത്തിനകത്തുണ്ടത്. എന്താ തോന്നിയത്? എന്നാൽ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും, ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എന്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴിയതും വ്യർത്ഥമത്രേ. ഞാൻ ദൈവത്തിന്റെ ആലയത്തിൽ പോകുന്നതൊക്കെ വ്യർത്ഥമാണ്. ഇന്ന് പലരും ചിന്തിക്കുന്നത് പോലെ. ചിലരൊക്കെ ഭയങ്കര പാട്ടൊക്കെ പാടുന്ന പുള്ളികളെ ചോദിക്കാറുണ്ട്, ദൈവം ഇല്ലാത്തവർക്ക് നന്മയെല്ലാം ഉണ്ടല്ലോ, ദൈവത്തെ ആരാധിക്കാത്തവർക്ക് നന്മയെല്ലാം ഉണ്ടല്ലോ, ഉപവാസ പ്രാർത്ഥനയൊന്നും ഇല്ലാത്തവർക്ക് നന്മയെല്ലാം ഉണ്ടല്ലോ, അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടല്ലോ, വലിയ കാറുണ്ടല്ലോ, വലിയ വീടുണ്ടല്ലോ, വലിയ ജോലി ഉണ്ടല്ലോ, അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഈ ആസാബ് ചോദിച്ച ചോദ്യം ഇന്നും ചോദിക്കുന്ന അനേക ആയിരങ്ങളുണ്ട്. ഒരു ഉത്തരവും പുറത്തു നിന്നാ കിട്ടുകയില്ല. അവരിങ്ങനെ ചോദിച്ച് ഉള്ള ആരാധന പോയി. എന്നാൽ ആസാബിനെ സംബന്ധിച്ചിടത്തോളം അവസാനം ഇത് ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. സത്യമാണ്. ഇപ്പോ ആലയത്തിന് പുറത്തു നിന്ന്, വചനത്തിന് പുറത്തു നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് പുറത്തു നിന്നുകൊണ്ട് അല്ല ലോകത്തോട്ട് നോക്കിയാൽ ചിലത് ഗ്രഹിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളെക്കാളൊക്കെ അനുഗ്രഹം എന്ന് പറയുന്ന കാര്യം, അത്ഭുതം എന്ന് പറയുന്ന കാര്യം ലഭിച്ചവർ ഒത്തിരി പേര് പുറത്തുണ്ട്. പുറത്തു നോക്കിയപ്പോൾ ആസാബിന് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടായി തോന്നി. പക്ഷേ ആസാബ് എന്ത് ചെയ്തു? നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ ആലയത്തിനകത്തേക്ക് വന്നു. ഗ്രഹിക്കാൻ പറ്റാത്ത വിഷയം വരുമ്പോൾ നീ എവിടെ വരണം? ആലയത്തിനകത്ത് വാ, ദൈവവചനത്തിനകത്ത് വാ, ദൈവസന്നിധിയിൽ വാ. അവിടെ നിനക്ക് മറുപടി ഉണ്ട്. പുറത്തു നോക്കിയാൽ നീ ചോദിക്കുന്ന അല്ലെങ്കിൽ ഉത്തരം മുട്ടിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടുകയില്ല. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മനിറവിൽ പറയട്ടെ, പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ അത് ഇന്ന് പകൽക്കാലം ദൈവവചനത്തിലേക്ക് തിരികെ, അവിടെ ഒന്നിനും മറുപടി ഇല്ലാതിരിക്കുന്നില്ല. പുസ്തകം പറയുന്നു, സകല ചോദ്യത്തിനും ഉത്തരമുണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ, സകല ചോദ്യത്തിനും ഉത്തരമുണ്ട് ദൈവവചനത്തിൽ. ഇവിടെ ആലയത്തിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ
ഹല്ലേലൂയ അവിടെ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇത് ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് കണ്ടോ, ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് പുറത്തു വെച്ച് കണ്ട ആ മിടുക്കന്മാരെ കുറിച്ചൊന്ന് ചിന്തിച്ചപ്പോൾ കണ്ട കാഴ്ച നിശ്ചയമായി അവരെവിടാ നിൽക്കുന്നത്? വഴുവഴുപ്പില. നീ മുമ്പ് എന്താ പറഞ്ഞത്? പുറത്തുനിന്ന് നോക്കിയപ്പോ എന്താ പറഞ്ഞത്? അവർക്കൊന്നിനും ഒരു കുഴപ്പവും ഇല്ല, അവർ മിടുക്കന്മാരാണ്. പക്ഷേ ആലയത്തിൽ വന്ന് പുസ്തകത്തിലൂടെ അവരെ നോക്കി, ആലയത്തിൽ വന്ന് ദൈവസന്നിധിയിലൂടെ അവരെ നോക്കി, ദൈവ സാന്നിധ്യത്തിലൂടെ അവരെ നോക്കി. അതാ കറക്റ്റ് കാഴ്ച. നോക്കിയപ്പോൾ അവരെവിടാ നിൽക്കുന്നത്? വഴുവഴുപ്പിൽ നിൽക്കുന്നു. അവർ നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലാണ്. നിമിഷങ്ങൾക്കുള്ളിൽ അവർ ശൂന്യമായി പോകും. കണ്ടോ ദൈവം ഇതിലെ ഇതാ വിഷയം. ഒരു മഴ പെയ്താൽ, ഒരു കാറ്റടിച്ചാൽ, വെള്ളം പൊങ്ങിയാൽ, ആ വീടിനോടടിച്ചാൽ നിമിഷങ്ങൾക്കുള്ളിൽ ആ വീടില്ലാതെയായി പോകും. ദുഷ്ടന്മാരുടെ ആശ നശിച്ചു. അപ്പൊ എവിടെ വരണം? ദൈവസന്നിധിയിൽ വരണം, യഥാർത്ഥ സംഗതി ഗ്രഹിക്കണമെങ്കിൽ. എന്നാൽ താഴോട്ട് വായിക്കുമ്പോൾ അവൻ സന്തോഷിക്കുകയാണ്. എന്നാൽ ഹല്ലേലൂയ അവരെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോഴും ഞാനിപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു. നീ എന്നെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്നു. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തുന്നു. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സ്വർഗത്തിൽ എനിക്കാരുള്ളൂ, ഭൂമിയിൽ നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അവസാനം അദ്ദേഹം പറയുന്നത്, അല്ലെ, ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവേ നിന്നെ സങ്കേതമാക്കിയിരിക്കുന്നു. കണ്ടോ ദൈവത്തിന്റെ പൈതലേ. അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി, ദിവസത്തിന് വന്ന് മനസ്സിലായി, ഹല്ലേലൂയ അവര് പെട്ടെന്ന് നശിച്ചു പോകുമ്പോഴും ഇപ്പോഴും ഞാൻ ജീവനോട് ഇരിക്കാൻ കാരണം വലിയ വീടുണ്ടായിട്ടല്ല, വലിയ കാറുണ്ടായിട്ടല്ല, ഒത്തിരി വലിയ ജോലി ഉണ്ടായിട്ടല്ല, പിന്നെയോ നീ എന്റെ കൈക്ക് പിടിച്ചത് കൊണ്ടാ. നീ എന്നെ വലങ്കൈക്ക് പിടിച്ചത് കൊണ്ടാ. എന്നെക്കാൾ ആരോഗ്യമുള്ളവർ പട്ടുപോയ മണ്ഡലങ്ങളിൽ ഇന്ന് ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. എന്നെക്കാൾ പാരമ്പര്യമുള്ള പലരും ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോഴും ഇന്ന് ഞാൻ സൗഖ്യത്തോടെ ഇരിക്കുന്നത് നീ എന്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നതാ. അവർ നിരാശപ്പെട്ട് അതിന് മയക്കുമരുന്നിന് അടിമയായി കുടുംബം തകർന്ന് ജീവിക്കുമ്പോൾ ഞാൻ സന്തോഷത്തോടെ ഞാൻ എന്റെ കുടുംബമോ യഹോവയെ സേവിക്കുന്നു പറയാൻ കാര്യമെന്താ? നീ എന്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നതാ. അപ്പൊ ഒന്ന്, നീ ദൈവസാന്നിധ്യം വിട്ടുപോകരുത്. രണ്ടാമത്, നീ കർത്താവിന് വേണ്ടി കാത്തിരിക്കണം. കാത്തിരുന്നാൽ നിന്റെ ദൈവം ആരും നീ ദൈവസന്നിധിയിൽ വരാത്ത ഒരാൾക്ക് ദൈവത്തെ അറിയാൻ കഴിയത്തില്ല. ദൈവത്തെ അറിയാൻ കഴിയാത്ത ഒരാൾക്ക് സന്തോഷകരമായി ജീവിക്കാൻ കഴിയത്തില്ല. ദൈവം ആരും അറിഞ്ഞവർ മാത്രമേ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയത്തുള്ളൂ. ഞാൻ അവസാനിപ്പിക്കാൻ പോവുക. ദൈവം ആരും അറിഞ്ഞാൽ ഒന്ന്, സിക്ലാഗിൽ വെച്ച്, ഒന്ന് ശമൂവേലിന്റെ പുസ്തകത്തിനകത്ത് സിക്ലാഗിൽ പറഞ്ഞ സ്ഥലത്ത് വെച്ച് ദാവീദിനൊരു സംഭവം ഉണ്ടായി. ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്നവർ ദാവീദ് മുഖാന്തരം കഷ്ടത്തിലായി എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്നവർ ദാവീദ് മുഖാന്തരം അനുഗ്രഹിക്കപ്പെട്ടു. വളരെ ക്ഷീണിച്ചവരായിരുന്നു ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്നവർ. അഭിഷിക്തന്റെ കൂടെ ഉണ്ടായിരുന്നവർ അല്ലെങ്കിൽ ഒന്നുമില്ലാത്തവരായിരുന്നു, കടബാധ്യതയുള്ളവരും വാട്ടമുള്ളവരും പ്രശ്നമുള്ളവരൊക്കെ ആയിരുന്നു. എന്നാൽ ദാവീദ് മുഖാന്തരം ചെയ്തു, അനുഗ്രഹിക്കപ്പെട്ട് ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ദാവീദ് ഇല്ലാത്തൊരു സമയത്ത്, അല്ലെങ്കിൽ യുവാക്കന്മാരും ചെറുപ്പക്കാരും ഇല്ലാത്ത സമയത്ത്, ആണുങ്ങളില്ലാത്ത സമയത്ത് ശത്രുക്കൾ വന്നു. അല്ലെങ്കിൽ ഈ ഉള്ള സമ്പത്ത് മുഴുവൻ എടുത്തുകൊണ്ട് പോയി, ഭാര്യമാരെയും പിള്ളാരെയും കൊണ്ടുപോയി. ഇങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്നവർ ദാവീദിനെ എറിയാൻ കല്ലെടുത്തു. ഇതാ മനുഷ്യന്റെ സ്വഭാവം. നന്മയുള്ളപ്പം കൂടെ നിൽക്കും, നഷ്ടം വരുമ്പം കല്ലെടുത്തെറിയും. അതുകൊണ്ടാണ് കർത്താവ് പഠിപ്പിച്ചത്, നിങ്ങളെ യേശുവിനെ എന്നെ ഞാനല്ലാതെ നിങ്ങളെ വേറെ ആരും സ്വാധീനിക്കരുത്. ശിഷ്യന്മാരെ പഠിപ്പിച്ചൊരു വാക്കാ, ഞാനല്ലാതെ വേറെ ആരും നിങ്ങളെ സ്വാധീനിക്കാൻ ഇടവരരുത് എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവർ നിങ്ങളെ ഉയർത്തുമ്പോൾ നിങ്ങൾ ഉയർത്തപ്പെടരുത്, മറ്റുള്ളവർ താഴ്ത്തുമ്പോൾ നിങ്ങൾ നിരാശപ്പെടരുത്. ഞാനല്ലാതെ വേറെ ആരും നിങ്ങളെ സ്വാധീനിക്കാൻ ഇടവരരുത്. ശിഷ്യന്മാർക്ക് കിട്ടിയ ഏറ്റവും നല്ല വാക്യമാണ്. വിളക്ക് കത്തിച്ച് പറയുകയില്ല തണ്ടിന്മേലത്രേ എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരെ നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. ലോകത്തെ മനുഷ്യർ നിങ്ങളെ ഉയർത്തുമ്പോൾ നിങ്ങളെന്ത് ചെയ്യരുത്? ഉയർത്തപ്പെടരുത്. കാരണം അവർ നിങ്ങളെ താഴ്ത്തും. ലോകത്തിലെ മനുഷ്യർ നിങ്ങളെ താഴ്ത്തുമ്പോൾ നിങ്ങൾ നിരാശപ്പെടരുത്, ഉയർത്തുവാൻ ഞാനുണ്ട്. മനസ്സിലാകുന്ന ദൈവങ്ങളെ ഓർത്ത് സ്വതന്ത്രം ചെയ്യുക. അപ്പോൾ സിക്ലാഗിൽ വെച്ച് ദാവീദിനെ എറിയുവാൻ ദാവീദിന്റെ ശത്രുക്കളല്ല കല്ലെടുത്തത്, ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്നവർ, ദാവീദ് മുഖാന്തരം അനുഗ്രഹിക്കപ്പെട്ടവർ കല്ലെടുത്ത് ദാവീദിനെ എറിയാൻ ഭാവിച്ചപ്പോൾ പുസ്തകം പറയുന്നു, 1 ശമൂവേൽ പുസ്തകം 30-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, ദാവീദോ
തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ദൈവത്തെ അറിയുന്നവര് മാത്രമേ പ്രശ്നങ്ങളുടെ നടുവിൽ ധൈര്യപ്പെടാൻ പറ്റൂ. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. അല്ല എങ്കിൽ എന്ത് പറഞ്ഞേനെ? പിറുപിറുത്തേനെ. അല്ല എങ്കിൽ പറഞ്ഞേനെ ഞാൻ മുഖാന്തരമല്ല ഇതെല്ലാം നിനക്ക് ലഭിച്ചത്, ഇപ്പൊ നീ എന്നെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞേനെ. എല്ലാവരും എന്നെ വിട്ടുപോയെന്ന് പറഞ്ഞ് തകർന്നിരുന്നേനെ. എന്നാൽ ദാവീദ് തന്റെ കൂടെയുള്ളവരെല്ലാം, താൻ മുഖാന്തരം അനുഗ്രഹിക്കപ്പെട്ടവരെല്ലാം തനിക്കെതിരെ കല്ലെടുത്തെറിയുവാൻ സിക്ലാഗിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പുസ്തകം പറയുന്നു, 1 ശമൂവേൽ 30:6 പറയുന്നു, ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ദൈവത്തെ അറിഞ്ഞാലുള്ള ഒരു ഗുണം എന്താ? ദൈവത്തെ അറിഞ്ഞാലുള്ള ഒരു ഗുണം, വിഷയങ്ങളുടെ നടുവിൽ നിനക്ക് ധൈര്യമുണ്ടാകും. പ്രശ്നം വരുമ്പോൾ നിനക്ക് ധൈര്യമുണ്ടാകും. പ്രതികൂലം വരുമ്പോൾ നീ ധൈര്യപ്പെടും. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. പകൽക്കാലം ധൈര്യമില്ലെങ്കിൽ നീ ദൈവസന്നിധി വന്ന് ദൈവമാരെന്ന് അറിയുക. അറിഞ്ഞാൽ നാലാൾ നിന്റെ കൂടെ വേണമെന്നില്ല. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. നിന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ടാകും. അപ്പൊ ദൈവം ആരെന്നറിഞ്ഞാൽ ഒന്നാമത് പ്രതികൂലങ്ങളുടെ നടുവിൽ നിനക്ക് ധൈര്യമുണ്ടാകും. രണ്ടാമത് നഷ്ടപ്പെട്ടത് മുഴുവൻ ദൈവം നിനക്ക് മടക്കി തരും. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. 1 ശമൂവേൽ പുസ്തകം 30-ാം അധ്യായം അതിലെ 18-ാം വാക്യത്തിനകത്ത് നഷ്ടപ്പെട്ടത്, ശത്രു കൊണ്ടുപോയത് മുഴുവൻ ദൈവം അവനെ കൊണ്ട് മടക്കിക്കൊണ്ടുവന്നു. ഇത് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവങ്ങളെ പറയട്ടെ, ദൈവത്തെ നീ അറിഞ്ഞാൽ ദൈവം നിനക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ മടക്കി തരും. ദൈവം പറഞ്ഞ ഒരാളെ കുറിച്ച് ഞാൻ പറയട്ടെ. ഇയ്യോബിനെ കുറിച്ച് നമ്മൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇയ്യോബ് എന്ന് പറയുന്ന ഭക്തൻ, അവന്റെ ജീവിതത്തിലെ എല്ലാ നന്മയും നഷ്ടപ്പെട്ടു. അവന്റെ മൃഗസമ്പത്ത് നഷ്ടപ്പെട്ടു, അവന്റെ ദാസിദാസന്മാർ നഷ്ടപ്പെട്ടു, അവന്റെ 10 മക്കൾ നഷ്ടപ്പെട്ടു, അവന്റെ ശരീരം നഷ്ടപ്പെട്ടു. പക്ഷെ അവനൊരു കാര്യം അറിയാം, അവന്റെ ദൈവത്തെ അറിയാം. അതെങ്ങനെ അറിയാം? അവന്റെ വാക്കുകളിലൂടെ അറിയാം. പുസ്തകം പറയുന്നു, ഇതെല്ലാം നഷ്ടപ്പെടുമ്പോഴും അവൻ അധരം കൊണ്ട് ദൈവത്തിന് ഭോഷത്വം കൽപ്പിക്കുകയോ ദൈവത്തിനെതിരെ ആരോടും ഉന്നയിക്കുകയോ ചെയ്യാതെ, അവൻ പാപം ചെയ്യാതെ ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തെ അറിയാവുന്നതിന് മാത്രമേ നഷ്ടങ്ങളുടെ നടുവിലും ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റത്തുള്ളൂ. രോഗിയായിരിക്കുമ്പോഴും ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ ദൈവമാരെന്ന് അറിയണം, ഇല്ലെങ്കിൽ തലകുനിച്ചിരിക്കും. ഇയ്യോബ് പറയുന്നത്, അവൻ തന്നു, അവനെടുത്തു, അവന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തന്നവനെ അവൻ അറിയാം, എടുത്തവനെ അവൻ അറിയാം എന്ന് പറഞ്ഞാൽ അവന്റെ ദൈവത്തെ അവൻ അറിയാം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? എന്റെ ദൈവത്തെ അറിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം, അവനെല്ലാം മടക്കി തരുന്ന ദൈവമാണ്. ദൈവത്തെ അറിയാമെങ്കിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ നിനക്ക് ധൈര്യം ഉണ്ടാകും. ദൈവത്തെ അറിയാമെങ്കിൽ നഷ്ടപ്പെട്ടത് മുഴുവൻ കൊയ്യും മടക്കി തരും. അവസാനിപ്പിക്കട്ടെ. ദൈവത്തെ അറിഞ്ഞാൽ, ദൈവത്തിന് വേണ്ടി കാത്തിരുന്നാൽ ശക്തിയെ പുതുക്കും. കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. ദൈവത്തെ അറിഞ്ഞാൽ, മോശെ നിങ്ങൾ നോക്കിയാട്ടെ, ആ പർവ്വതത്തിന് മുകളിൽ വേറെ ആരെയും അറിയാനല്ല അവൻ കയറിപ്പോയത്, ദൈവത്തെ അറിയാനാ. ഇന്നലെ വരെ ദൈവശബ്ദം കേട്ടിട്ടേ ഉള്ളൂ, അവനെ ഒന്ന് കാണാനാ കയറിപ്പോയത്. എവിടെ കയറിപ്പോയത്? ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവം വസിക്കുന്ന ഇടത്ത് കയറിപ്പോയിട്ട് ഇറങ്ങി വന്നവനെ നിങ്ങൾ നോക്കിയിട്ട് അവന്റെ ത്വക്ക് പ്രകാശിക്കും. ദൈവത്തെ അറിയുന്നവന്റെ ത്വക്ക് പ്രകാശിക്കും. മറ്റുള്ളവർ നോക്കുമ്പോൾ ഒരു വ്യത്യാസം ഇവനുണ്ട്, ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യത്യാസമുണ്ട് എന്ന് മറ്റുള്ളവർ നിന്നെ കുറിച്ച് പറയും. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്ന വാക്ക്, നിങ്ങൾ യെരൂശലേം വിട്ട് വാങ്ങിപ്പോകരുത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, എത്ര പ്രതികൂലമുണ്ടെങ്കിലും എത്ര പ്രശ്നമുണ്ടെങ്കിലും ആരാധന വിട്ട് നിങ്ങൾ പോകരുത്. എത്ര പ്രയാസമുണ്ടെങ്കിലും എത്ര പ്രതികൂലമുണ്ടെങ്കിലും ദൈവസന്നിധി വിട്ട് നിങ്ങൾ പോകരുത്. വചനം വിട്ട് നിങ്ങൾ പോകരുത്. പ്രാർത്ഥന വിട്ട് പോകരുത്. ആരാധന വിട്ട് നിങ്ങൾ പോകരുത്. കാരണം അവിടെയാണ് എന്റെ വാഗ്ദത്തം ഞാൻ നിന്റെ മേൽ പകരുന്നത്, എന്റെ ശക്തിയെ ഞാൻ നിന്റെ മേൽ പകരുന്നത്, എന്റെ കൃപ ഞാൻ നിന്റെ മേൽ പകരുന്നത്, എന്റെ വിടുതൽ ഞാൻ നിന്റെ മേൽ പകരുന്നത്. നിന്നെ ഞാൻ അവിടെയാണ് ഉയർത്തുന്നത്, നിന്നെ അവിടെയാണ് ഞാൻ മാനിക്കുന്നത്. നീ അവിടെ ഇരുന്നാൽ ഞാൻ ആരാണെന്ന് നീ അറിയും. ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞാൽ പ്രതികൂലങ്ങളുടെ നടുവിൽ നിനക്ക് എന്തുണ്ടാകും? ധൈര്യമുണ്ടാകും. ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞാൽ നിനക്ക് എന്തുണ്ടാകും? നഷ്ടപ്പെട്ടത് മുഴുവൻ നിനക്ക് മടക്കി കിട്ടും. ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞാൽ നിന്റെ ത്വക്ക് പ്രകാശിക്കും. ഒരു ദൂത് പെട്ടെന്ന് വരുന്ന എന്റെ ഹൃദയത്തിനകത്ത്, ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞാൽ നിനക്കെതിരെ അടഞ്ഞ വാതിലുകൾ സ്വതവേ തുറക്കും. ഒരു ദൂതാകട്ടോ. ഇന്ന് പകൽക്കാലം അകത്തിരിക്കുന്നതോടെ ഞാൻ ആത്മനിറവിൽ പറയട്ടെ, ഈ ശബ്ദത്തിലൂടെ എന്നെ കേൾക്കുന്ന ആരോ ജീവിതങ്ങളോട് ദൈവാത്മാവ് പറയുന്നത്, നീ ദൈവത്തിന്റെ പാദമെടുത്തിരുന്ന ദൈവത്തെ അറിഞ്ഞാൽ ഇന്ന് പകൽക്കാലം അടഞ്ഞ വാതിലുകൾ തുറക്കാൻ ആരെയും വിളിക്കേണ്ട കാര്യമില്ല. അടഞ്ഞ വാതിലുകൾ സ്വതവേ തുറക്കും. പത്രോസിന് ദൈവത്തെ അറിയാവുന്നത് കൊണ്ടാ അല്ല, ഇന്നലെ കൂടെ നിന്ന കൂട്ടുകാരന്റെ തല
അറുത്തു മാറ്റുന്നത് കണ്ടിട്ടും നാളെ എന്റെ തല അറക്കുമെന്നുള്ള ബോധ്യം ഉണ്ടായിട്ടും കാരാഗ്രഹത്തിനകത്ത് സുഖമായിട്ട് എന്ത് ചെയ്യുക, ഉറങ്ങുക. കാര്യം എന്താ? അവനറിയാം അവന്റെ ദൈവം ആരാണെന്ന്. അവന്റെ ദൈവം ആരാണെന്ന് അവനറിയാം. അതുകൊണ്ട് അവൻ സുഖമായി ഉറങ്ങി. ആ ഉറങ്ങിയവന് വേണ്ടി എന്ത് സംഭവിച്ചു? വാതിലുകൾ സ്വതവേ തുറന്നു. ദൈവത്തെ അറിയുന്നവന് വേണ്ടി വാതിലുകൾ സ്വതവേ തുറക്കും. എല്ലാ കണ്ണുകളും അടച്ചാട്ട്, എല്ലാ കണ്ണുകളും അടച്ചാട്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് ദൈവമുണ്ട്. ഇന്ന് ഹാലം ഈ ഇതിനകത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമല്ല, ഈ ശബ്ദപരിധിനെ ശ്രദ്ധിച്ചുകൊണ്ട് നാളെ ശ്രദ്ധിക്കാൻ പോകുന്ന ജീവിതങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മാവ് ഞാൻ പറയട്ടെ, നീ ദൈവത്തെ അറിയ്. പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി ഓടി നടക്കാൻ ദൈവസന്നിധിയിൽ വാ. ഇന്ന് പകരം എത്ര പ്രതികൂലമുണ്ടെങ്കിലും ദൈവസന്നിധിയിൽ വാ. ദൈവവചനത്തിന് മുൻപിൽ വാ. ദൈവശബ്ദത്തിന് മുൻപിൽ വാ. അവിടെ നിനക്ക് ദൈവത്തെ അറിയാൻ കഴിയും. നിന്റെ ചോദ്യത്തിന് ഉത്തരം അവിടെ കിട്ടും. നിന്റെ വടി അവിടെ തെളിഞ്ഞു വരും. നഷ്ടപ്പെട്ടത് മുഴുവൻ മടക്കി കിട്ടും. പ്രതികൂലങ്ങളുടെ നടുവിൽ നിനക്ക് നിൽക്കാനുള്ള ധൈര്യം കിട്ടും. നിന്റെ തൊക്ക് പ്രകാശിക്കും. അത് മാത്രമല്ല, നിനക്കതേ അടഞ്ഞ വഴികൾ തുറന്നു വരും. യെരുശലേമിൽ അടഞ്ഞ വഴികൾ ശിഷ്യന്മാർക്ക് വേണ്ടി തുറന്നു വന്നതുപോലെ ആരെ ഭയപ്പെട്ടിരുന്നോ അവരെ നേടിയെടുക്കുന്ന അനുഭവത്തിലേക്ക്, പുതുവഴികൾ തുറക്കുന്ന അനുഭവത്തിലേക്ക്, വാതിലുകൾ സ്വതവേ തുറക്കുന്ന അനുഭവത്തിലേക്ക് ദൈവമുണ്ടെന്നെങ്കിൽ കണ്ണുകളടയ്ക്കാം. പരിശുദ്ധ പിതാവേ, ഈ നല്ല കർത്തൃദിവസത്തിന്റെ പകൽക്കാലം കർത്താവേ ഞങ്ങളുടെ തിരുവചനത്തിനോട് ഞങ്ങളോട് സംസാരിച്ചതിനായി ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. ഈ എന്റെ മുൻപിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയും ഈ ശബ്ദത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവസന്നിധിയിൽ വന്ന് ജീവൻ പ്രാപിപ്പാൻ, സമൃദ്ധിയായ ജീവൻ പ്രാപിപ്പാൻ, പ്രതികൂലമായി നിൽക്കുന്നതിന് മുകളിൽ പറക്കുവാൻ, പ്രതികൂലമായി നിൽക്കുന്നതിന് മുകളിൽ പറക്കുവാൻ കർത്താവിന്റെ കൃപ ദൈവമക്കളുടെ മേൽ പകരണമേ, അടിയങ്ങളുടെ മേൽ പകരണമേ. തിരുശക്തിയോടെ ഞങ്ങളെ നിറയ്ക്കണം, തിരുകൃപയാൽ ഞങ്ങളെ നിറയ്ക്കണം. തിരുമേനി തന്നെ മഹത്വം എടുക്കണം. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.